മട്ടുപ്പാവ് കൃഷി നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ മട്ടുപ്പാവിൽ ഹൈബ്രിഡ് ആമ്പലും താമരയും കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സാധാരണ വീട്ടമ്മ 9 വർഷം മുൻപ് വരെ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചിരുന്ന ഒരു വീട്ടമ്മയാണ് മുനീറ ജാഫർ എന്ന് പറയുന്ന പോത്തന്നൂർ സ്വദേശിനിയായ ഒരു വീട്ടമ്മ. അവർ ആദ്യം വിനോദത്തിനായും പിന്നീട് വിപണനത്തിനായും ചെയ്യുന്ന ഒരു മട്ടുപ്പാവ് കൃഷിയുടെ കഥയാണിത്. 9 വർഷം മുൻപ് വരെ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു മുനീറയും. വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചിരുന്ന മുനീറ ഇന്ന് ആളറിയുന്ന ഒരു കർഷകയായി, സംരംഭകയായി വളർന്നതിനു പിന്നിൽ ഒരു കഥയുണ്ട്. തന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് പ്രചോദനമാകുന്ന ഒരു കഥ. ഒപ്പം കളിയാക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ആരെയും പ്രാപ്തമാക്കുന്ന മോട്ടിവേഷണൽ സിനിമാ കഥകളെ പോലും വെല്ലുന്ന യഥാർത്ഥ ജീവിത കഥ. എടപ്പാൾ കാലടി പഞ്ചായത്തിലെ പോത്തന്നൂർ സ്വദേശിനിയായ കൊരണപ്പറ്റ മുനീറ എന്ന സാധാരണ വീട്ടമ്മയ്ക്കുള്ളിലെ അസാധാരണ കർഷകയുടെ കഥയാണിത്. സ്വന്തം മട്ടുപ്പാവിൽ അലങ്കാരപ്പൂക്കളായ ആമ്പലും താമരയും കൃഷി ചെയ്ത് വിജയം കൊയ്ത കഥ മുനീറ തന്നെ പറയും. കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചെയ്യാൻ. പിന്നെ എൻ്റെ ആങ്ങളാരൊക്കെ പാടി കുറേ അലങ്കാര മത്സ്യങ്ങൾ, ഇതേപോലെ തന്നെ കാട, പൗഡർ, അതേപോലത്തെ മുയൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളർത്തിയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇഷ്ടമാണ്. അപ്പം ഞാനിത് വീട്ടിലിരുന്ന് ഞങ്ങളിത് കൊണ്ട് വേറെ വീട്ടും ആരൊപ്പം വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ എന്തെങ്കിലും എൻജോയ്മെൻ്റ് ആയപ്പോൾ എൻ്റെ മോനൊരു ഗപ്പിനെ കൊടുന്ന്. ആ ഗപ്പി കണ്ടുപോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരുന്നു, ഹൈബ്രിഡ് വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട്, ഇത് എവിടുന്നാണ് കൊടുന്നത്. അപ്പോൾ ഓന് കാണിച്ചപ്പോൾ എൻ്റെ ആങ്ങളെ വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ടാണ് ഒരു 3 വെറൈറ്റീൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് നല്ല വില ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും അവനോട് പറഞ്ഞിരുന്നു, ഇത്രയും വിലയുള്ള സാധനം എനിക്ക് വേണ്ട, കാരണം അത് ചത്ത് കഴിഞ്ഞാൽ നമുക്കതിന് റിട്ടേൺ അടിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് അന്നെ വിശ്വാസമാണ് ഈ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളെ ഈ ജേണി. അതിന് ശേഷം ഞങ്ങൾ പിന്നെ പല ഇറക്കുമതി ചെയ്യൽ തുടങ്ങി. ഫൈറ്റർ ഇതൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ വിൽക്കാൻ തുടങ്ങി. അതിൽ സ്റ്റാർട്ടിങ്. പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സുകളും ചെയ്യാൻ തുടങ്ങി. കൊറോണ കാലത്ത് ജീവിതം വഴിമുട്ടുമെന്ന അവസ്ഥയിലായപ്പോഴാണ് അലങ്കാര മത്സ്യങ്ങളെ വിൽപ്പനയ്ക്ക് വെക്കാൻ ആദ്യമായി മുനീറ തീരുമാനിച്ചത്. അന്ന് മുനീറയും ഭർത്താവ് ജാഫറും സ്വയം ഇറങ്ങി ടൗണിൽ അലങ്കാര മത്സ്യങ്ങളുമായി പോയി കച്ചവടം ചെയ്ത് അതിനെ വിൽപ്പനയ്ക്ക് വെച്ച ചരിത്രമുണ്ട്. പിന്നീട് അങ്ങോട്ട് വീട്ടിൽ തന്നെയായി വളർത്തലും വിപണനവുമെല്ലാം. ഇന്ന് ഇന്ത്യയൊട്ടാകെ മുനീറ വളർത്തുന്ന ഹൈബ്രിഡ് ആമ്പലും താമരയും എത്തിച്ചേരുന്നുണ്ട്. അലങ്കാര മത്സ്യങ്ങളിൽ തുടങ്ങിയ മുനീറ പതിയെ അലങ്കാര പൂക്കളിലേക്ക് തിരിഞ്ഞു. മകൻ വാങ്ങിക്കൊണ്ടുവന്ന ഗപ്പി മത്സ്യത്തിൽ നിന്നാണ് മുനീറയുടെ തുടക്കം. പൊതുവെ പെറ്റ് ഫാമിംഗ് കർഷകരായ കുടുംബത്തിൽ നിന്ന് വന്ന മുനീറയ്ക്ക് ചെറുപ്പം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നു. മകൻ കൊണ്ടുവന്ന ഗപ്പിയിൽ ആകൃഷ്ടയായ മുനീറ പരീക്ഷണാടിസ്ഥാനത്തിൽ അലങ്കാര മത്സ്യങ്ങളെ വളർത്തി തുടങ്ങി. സഹോദരനടക്കമുള്ളവരുടെ പിന്തുണയുമുണ്ടായിരുന്നു. പക്ഷേ പലരും മുനീറയെ കളിയാക്കി. ഇതിനിടയിൽ കോവിഡ് മഹാമാരി കാലം വന്നു. ട്രാവൽസ് നടത്തുന്ന ഭർത്താവ് ജാഫറിന്റെ വരുമാനം നിലച്ചു. അന്നാണ് അലങ്കാര മത്സ്യങ്ങൾ ആദ്യമായി മുനീറയ്ക്ക് വരുമാനമായത്. ഹസ്ബൻഡും മക്കളും ഇതിനെ ഇൻവോൾവായി. കൊറോണ സമയത്താണ് ഇത്. എല്ലാവരും കുറേ ആൾക്കാർ കളിയാക്കലൊക്കെ തുടങ്ങിയിരിക്കണ്. ഈ വീട് മൊത്തം നിറച്ച് മീനാണ്, അതാണ് പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന്. പക്ഷേ കൊറോണ സമയത്താണ് ഗപ്പി ഒരു ചെറിയ മീനല്ല എന്ന് മനസ്സിലായത് എല്ലാവർക്കും. എൻ്റെ ഹസ്ബൻഡ് ട്രാവൽസാണ്. അപ്പോൾ ട്രാവൽസിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ മേഖലയും തുറന്നെങ്കിലും ട്രാവൽസ് അടച്ചുപൂട്ടി 1.5 കൊല്ലത്തോളം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജാഫർക്കും കൂടി ഇറങ്ങി നോക്കുമ്പോൾ കൂടുതൽ ഒരാളെ കൊണ്ട് മാത്രം മുന്നോട്ട് പോവാത്തത് മൂപ്പരും കൂടി ഇറങ്ങി നോക്കുമ്പോൾ അതിന് കൂടി വാല്യൂബിളായി. നമുക്ക് കൊറിയർ പോവാതായി. കൊറോണ സമയത്ത് അടച്ചിട്ടു. അപ്പം നമ്മൾ ശരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവരൊക്കെ പാടിയും ചേർന്ന് ഞങ്ങൾ എടപ്പാൾ അങ്ങാടിയിൽ പോയി കച്ചവടം ചെയ്തു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഗപ്പി കച്ചവടം ചെയ്ത്. ശരിക്കും ആരും ഇറങ്ങൂല. അന്ന് സമയത്ത് എല്ലാവരും ബിരിയാണി ചെയ്യണതും ഇതൊക്കെ ചെയ്യണൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കാറിൽ പോയിട്ട്. ഞങ്ങൾ അതേപോലെ ചെയ്ത്
പിന്നാലെ അലങ്കാര പൂക്കളുടെ സാധ്യതകളെക്കുറിച്ചറിഞ്ഞ മുനീറ പതിയെ തന്റെ മേഖല മാറ്റിപ്പിടിച്ചു. ഹൈബ്രിഡ് താമരകൾ നട്ടുവളർത്തി. അതിന്റെ വളർച്ചയും ബിസിനസ് സാധ്യതയും മനസ്സിലായതോടെ ഹൈബ്രിഡ് താമരയ്ക്കൊപ്പം ആമ്പലും കൃഷി ചെയ്തു. ഇപ്പോൾ 110 ഹൈബ്രിഡ് ആമ്പലും 50 താമരയും മുനീറയുടെ മട്ടുപ്പാവിൽ വിളഞ്ഞ് ചിരിച്ചുല്ലസിച്ചു നിൽക്കുന്നുണ്ട്. മഞ്ഞ ആമ്പലിനും പച്ച താമരയ്ക്കുമാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. ചെറിയ ചായക്കപ്പ് മുതൽ വലിയ വട്ടപാത്രങ്ങളിൽ വരെ വെള്ളം നിറച്ച് ചെയ്യുന്ന കൃഷിരീതിയാണ് മുനീറയുടേത്. മൈക്രോ ബൗൾ വെറൈറ്റി എന്ന് പറയും ഇതിന്. ചായക്കപ്പിൽ പോലും വിരിയിക്കാൻ പറ്റുന്നതാണ് മൈക്രോ ബൗൾ വെറൈറ്റികൾ. പുതിയ ഇനങ്ങൾ കണ്ടെത്തി അവ കൃഷി ചെയ്ത് വിജയിപ്പിക്കുന്നതിനും മുനീറ ശ്രമം നടത്തി വരുന്നുണ്ട്. വീട്ടമ്മമാർക്കും മറ്റും ഒഴിവു സമയങ്ങളിൽ വരുമാനമുണ്ടാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് മുനീറ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഉണ്ട്, സെമി ട്രോപ്പിക്കൽ, ഹാർഡീസ്. അതിൽ ഏറ്റവും നല്ല കേരളത്തിൽ പൂക്കണ കാലാവസ്ഥ ട്രോപ്പിക്കലാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ വെറൈറ്റീസും ട്രോപ്പിക്കൽ വെറൈറ്റീസാണ്. എല്ലാവർക്കും പൂക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും പൂക്കുന്ന വെറൈറ്റീസാണ് താമരയും ആമ്പലും അധികം ഉള്ളത്. എൻ്റെ കയ്യിലിപ്പോൾ 160-160ഓളം വെറൈറ്റി ആമ്പലും താമരയും കൂടിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ള സ്പേസിൽ പരിധിക്കുള്ളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. നല്ല വെയിൽ വേണം. നമുക്ക് കുറേ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെയിലാണ് ഏറ്റവും മെയിൻ ഘടകം. അപ്പോൾ വെയിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ ആക്കിയിരിക്കുന്നത്. അലങ്കാര മത്സ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് കൂടുതലാണ്. അന്ന് എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂക്കളോടായിരിക്കുമല്ലോ നമുക്കൊന്നും കൂടി ഇഷ്ടം. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കിയതാണ്. നമുക്ക് ഇത് മാത്രം ആക്കണമെന്നല്ല, എന്നാലും കുറച്ച് കപ്പ്യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. വെള്ളം സംഭരിച്ച് വെക്കാൻ പറ്റുന്ന ഏതു പാത്രത്തിലും മുനീറ തൻ്റെ ആമ്പലും താമരയും വിളയിക്കും. ഈ ഒരു ചെറിയ വട്ടപാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ഒരു സാധനം വലിയ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അത്രയും വലുപ്പം ഉണ്ടാവും, അത്രയും ഉയർന്നു വരും ചെയ്യും. പക്ഷേ ഏറ്റവും പ്രത്യേകത ഏതൊരാൾക്കും വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ഒരു താമര വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹൈബ്രിഡ് ഇനം തമ്മിലുള്ള ഏറ്റവും ബെനഫിറ്റ്. മട്ടുപ്പാവ് കൃഷിയിടത്തിൽ മുനീറ ഒറ്റയ്ക്കല്ല. ഭർത്താവ് ജാഫറും മക്കളായ ജസൽ, ജസ്ലിൻ, ജസം എന്നിവരും സഹോദരി മുൻഷീറയും എല്ലാ പ്രോത്സാഹനവും പിന്തുണയും സഹായവുമായി എപ്പോഴും ഒപ്പമുണ്ട്. ഓർഡർ പ്രകാരം പൂക്കളും വള്ളികളുമെല്ലാം അയച്ചു കൊടുക്കുന്നതിന് അവ പറിച്ച് സഹായിക്കുന്നതും പാക്ക് ചെയ്യാൻ സഹായിക്കുന്നതും എല്ലാം ഭർത്താവും മക്കളും ചേർന്നാണ്.